നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ദത്തമാമ നിങ്ങളിത് എവിടെയാ? മുകുന്ദന്റെ ആവരാതിയോടെയുള്ള സ്വരം ഫോണിലൂടെ കേട്ടോ. ദത്തൻ ജാഗ്രതയോടെ തിരികെ മറുപടി നൽകി. ഞാനും അളിയനും വീട് കൂട്ടി ഇറങ്ങാൻ പോവാ. കൽപ്പനയും പെമ്പിള്ളേരും തറവാട്ടിലേക്ക് പോയതേ ഉള്ളൂ. ഞങ്ങളും അങ്ങോട്ട് പോകാൻ പോവാ. എത്ര നാളെന്ന് വെച്ചാ പട്ടിണി കിടക്കുന്നത്. അവിടെ ആകുമ്പോൾ വല്ലതും തിന്നും കുടിച്ചും കിടക്കാം. അല്ല നീ ഇതെവിടെയാ? എന്താണ് നിന്റെ ശബ്ദമല്ലാണ്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദത്തൻ ചോദിക്കുമ്പോൾ കാലി പറഞ്ഞ് താനറിഞ്ഞ കാര്യങ്ങൾ അയാളോട് പറയാനും ചോദിക്കാനും അവന് തിടുക്കമായി. എങ്കിലും അനിരുദ്ധം വല്യമ്പൂരിയുടെ വീട്ടിലാണ് താനെന്ന് ഓർക്കുമ്പോൾ നാവ് ചതിക്കുമോ എന്ന് അവൻ ഭയന്നു. എങ്കിലും പറയാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. അല്പം ശബ്ദം താഴ്ത്തി വെപ്രാളത്തോടെ മൂന്നും പറഞ്ഞു തുടങ്ങി. ഓ, എല്ലാം വരുത്തി വെച്ചിട്ട് പ്രശ്നമുണ്ടോന്ന്? നിങ്ങൾ എന്റെ തന്തേക്കളെ സ്നേഹിച്ചാൽ ഞാൻ കൊണ്ടുവന്ന് എന്നോട് പഴയ കഥകളൊക്കെ നിങ്ങൾ മറച്ചു വെച്ചില്ലേ? ഇപ്പൊ കണ്ടവന്മാര് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. എന്ത് മറച്ചു വെച്ചു നീ പറയുന്നേ? ദത്തന്റെ സ്വരമുയർന്നു ശശിധരനായ ആൾക്കടുത്തേക്ക് നടന്നു വന്നു. മാമാ, ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് അന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ കാർഗേനെ ഞാൻ പോയി കണ്ടിരുന്നു. അത് ഭ്രാന്താശുപത്രിയിൽ. എന്താണെന്നറിയില്ല, അവിടെയുള്ളവന്മാർ അവൻ എൻ്റെ കൂടെ തുറന്നു വിട്ടു. കാലി എന്നെയും കൊണ്ട് അവൻ്റെ തറവാട്ടിലേക്ക് വന്നു. ഞാനിപ്പോ ഇവിടെയാ. ദത്തനും ഞെട്ടി. എന്ത്? നീ അനിരുദ്ധന്റെ വീട്ടിലാണോ ഉള്ളത്? എന്റെ മുകുന്ദ, നീ ഇതെന്ത് പണിയായി കാണിച്ച്? ആ സമയത്ത് അവിടേക്കൊന്നും പോകാൻ പാടില്ല. അയാൾക്കും അയാളുടെ മോനും മുഴുത്ത ഭ്രാന്താ. ആരെ പിടിച്ചു വരി കൊടുക്കണമെന്ന് ചിന്തിച്ചടക്കുന്ന പിശാചികളാ. നിന്റെ തന്തക്കിട്ടുള്ള പ്രതികാരം ചിലപ്പോൾ നിന്നിലാവും തീർക്കുക. ലാവണ്യെ വിധവയാക്കല്ലേ മുകുന്ദാ നീ. പരവേശത്തോടെയുള്ള ദത്തന്റെ സംസാരം കേട്ട് ശശിധരൻ നിന്ന് വരക്കാൻ തുടങ്ങി. എന്റെ മാമ അനിരുദ്ധന് നമ്മളോടൊരു ദേഷ്യമില്ല, അറിയോ? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ മട്ട. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അടുത്തേക്ക് വന്ന ശശിധരൻ കൂടി കേൾക്കാൻ പാകത്തിന് തന്റെ ഫോൺ ദത്തൻ ലൗഡ് സ്പീക്കറിൽ ഇട്ടു. അതേ മാമ, ആ നീലാംബരിയുടെ തന്ത ഒരു നാഥനാണല്ലേ? രാമാനുജൻ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം ചേർന്ന് നാട്ടുകാരെ പറ്റിച്ചില്ല ഇത്രയും കാലം. അതിന് മുകുന്ദനുള്ള മറുപടി എടുത്ത് ശശിധരനാ. അത് ഞങ്ങൾക്കാർക്കും അതിലൊന്നും അത്ര ഉറപ്പില്ല. നീ വെച്ചിട്ട് പോകാൻ മുന്താ. വെറുതെ പഴയ കാര്യങ്ങൾ ഓരോ ചെഞ്ഞുകൊണ്ട് വരാതെ. അവിടുന്ന് ആവിയാതെ നീ വേഗം തറവാട്ടിലേക്ക് വാ. ആവിയാവാൻ പോകുന്നത് ഞാനല്ല, നിങ്ങളാ. ചെവി തുറന്നു കേട്ടോ. പണ്ട് കുഴിച്ചു മൂടിയതൊക്കെ പൊടി തട്ടി ഉയർത്തി എഴുന്നേറ്റു. അറിയോ നിങ്ങൾക്ക്? ഞാനെല്ലാം അറിഞ്ഞു. ആ നാഥന് ആരാന്നറിയും നിങ്ങൾക്ക്? നാഥുമേനോൻ. കാലകേയൻ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ അത്രയും മുകുന്ദൻ ഫോണിലൂടെ പറഞ്ഞു കേൾപ്പിച്ചു. ആദിത്യന് അവന്റെ അച്ഛനും ചെയ്തു കൂട്ടിയ കൊലപാതക ശ്രമങ്ങൾ ഉൾപ്പെടെ. നാവിറങ്ങിയ പോലെ ശശിധരനും ദത്തനും നിന്നു. അതേ മാമ, കോടീശനായ നാഥുമേനോനെയാ നിസ്സാരമായി നിങ്ങൾ ഇല്ലായ്മ ചെയ്ത്. ആ ശിവൻ അല്ല, ശ്രീനിവാസൻ, അയാള് ചില്ലറക്കാരനല്ല കേട്ടോ. നിങ്ങളാരും കണ്ടിട്ടില്ല. അയാളുടെ മകൻ ആദിത്യൻ ഉൾപ്പെടെ അന്ന് തറവാട്ടിലുണ്ടായിരുന്നു. കാലകേയനും ആദിത്യനും ഇപ്പോഴും കൂട്ടുകാരാ. ആ ശോഭന ടീച്ചർ ഇപ്പോൾ ആശുപത്രിയിൽ മരണത്തോട് മുന്നിട്ട് കിടക്കുക. പണ്ട് ഡാൻസ് പഠിപ്പിച്ചിരുന്നത് പ്രേമമാഷില്ലേ, അയാളൊക്കെ എന്നായി ചത്തു, അല്ല കൊന്നു. നിങ്ങളിനി അവിടെ നിൽക്കണ്ട. ശ്രീനിവാസൻ ജാനോട് എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഏത് നിമിഷവും നിങ്ങളെ അവൻ പൊക്കും. ഞാനെന്റെ ചെവി കൊണ്ട് കേട്ടതാ കാലി ആദിത്യനോട് ഫോണിൽ പറയുന്നത്. ആദിത്യന്റെ അച്ഛൻ ശ്രീനിവാസനെ ഉൾപ്പെടെ ഇല്ലായ്മ ചെയ്യാനാ കാലിയുടെ പ്ലാൻ. നമുക്കെന്താ, വീണ്ടാ കൂടെ നിൽക്കാം. പകരം നീലാംബരിയെ മാത്രം മതി അവർക്ക്. അപ്പൊ ആ ജാന്റെ ജീവനും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ നോക്ക്. അമ്മയും അവളുമാരെ തറവാടി തന്നെ നിൽക്കട്ടെ. പെണ്ണുങ്ങൾ എന്തായാലും ആരും തൊടില്ല. മുകുന്ദൻ പറയുന്ന കേട്ടെന്ന് ശശിധരനും ദത്തനും അതാണ് ശരിയെന്ന് തോന്നി. തറവാടിൽ പോയാൽ ജാൻ തങ്ങളെ വെച്ചേക്കില്ല. അനിരുദ്ധം വല്യമ്പീരുടെ കൂടെ നിന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒട്ടും വൈകിച്ചില്ല. മേൽമംഗലം മനയിലേക്ക് ഇരുവരും വെച്ചുപിടിച്ചു. അതേസമയം കാലിയും മുകുന്ദനും നീലാംബരിയുടെ തറവാട് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. വഴിയരികിൽ അവർ ആദിത്യം വരുന്ന കാറ് കാത്ത് പതുങ്ങി നിന്നു. ഉച്ചയോടടുത്തവും ജയേന്ദ്രൻ ഡ്രൈവ് ചെയ്തിരുന്ന മാൻഷനിലെ കാറ് നീലാംബരിയുടെ തറവാട്ടിലേക്ക് കടക്കുന്ന പാതയിലേക്ക് എത്തിയിരുന്നു. കലുഷിതമായ തന്റെ മനസ്സിനെ അടക്കി പിടിച്ച് നീലാംബരി അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുത്തു. ദൂരെയായി കാണുന്ന പടുകൂറ്റൻ തറവാട് കാണെ കാറിലിരുന്നവർ തെല്ലൊരമ്പരപ്പോട് അവിടേക്ക് നോക്കി. ആദിത്യന്റെ മനസ്സൊരു വേള പുറകിലേക്ക് സഞ്ചരിച്ചു. സുന്ദരിയായ ഭദ്രയുടെ മുഖം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പടിപ്പുരക്ക് പുറത്ത് കാർ നിർത്തി എല്ലാവരും കാറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും കരിയിലകളെ പറത്തിക്കൊണ്ട് ശക്തിയിൽ തന്നെ വീശിയടിച്ചൊരു കാറ്റ്. മഴ പെയ്യൊന്നു തോന്നണല്ലോ ജയേട്ടാ, കനകൻ ജയേന്ദ്രനെ നോക്കി പറഞ്ഞു. പക്ഷെ നിർമ്മലയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ അവർ അമർത്തി തുടച്ചു. ആദിത്യൻ പതിയെ മാധവിയുടെ ചെവിയിൽ മന്ത്രിക്കും പോലെ പറഞ്ഞു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ആ വിഷയം എടുത്തിടുമ്പോ ആ വീട്ടിലുള്ളവർ അത് ഏറ്റുപിടിച്ചോളൂ. മനസ്സിലായല്ലോ? ആ പത്രം നാദിന്റെ കാമുകയാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. അത് വെച്ച് ഞാനൊരു തകർക്കും. എങ്ങനെ വേണം നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട. മാധവി അവനെ തുറച്ചു പോയിക്കൊണ്ട് പറഞ്ഞു. എന്താണ് അമ്മയും മോനും ഒരു രഹസ്യം പറച്ചില്? ഇരുവരെയും നോക്കി ജയേന്ദ്രൻ ചോദിച്ചു. ഒന്നുമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് സിറ്റി വരെ ഒന്ന് പോകണം. എന്റെ ഫ്രണ്ട്സ് അവിടെ കാത്തിക്കുക. ഞാൻ അടുത്ത ജംഗ്ഷനിൽ നിന്നൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. നിങ്ങളിവിടെ തിരിക്കുമ്പോൾ വിളിച്ചാൽ മതി. ആദിത്യൻ ജയേന്ദ്രൻ നോക്കി പറഞ്ഞു. അതെ മോൻ പോയിക്കോ. ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങുമ്പോൾ അല്പം താമസിക്കും.
നീലാംബരിയുടെ തറവാട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങാൻ സാധിക്കുമോ? മാധവി സാധാരണ എന്ന പോലെ പറഞ്ഞു നിർത്തി. ആദിത്യം പോവാൻ നേരം ആരും കാണാതെ നീലാംബരിയെ നോക്കിയിട്ട് വല്ലാത്ത ചിരിച്ചു. പ്ലാൻ സക്സസ് ആയ ഇന്ന് രാത്രി നിന്നെ ഞങ്ങൾ പൊക്കും മോളെ. ആദ്യം ആ വല്യമ്പൂരിക്ക്, പിന്നെ കാലി, പിന്നെ ഞാൻ, അങ്ങനെ മാറി മാറി നിന്റെ മറ്റവന്റെ മുന്നിലിട്ട് നിന്നെ എനിക്ക് അനുഭവിക്കണം. മനസ്സിലായി ഓർത്തുകൊണ്ട് ആദിത്യൻ നടന്നകന്നു. ആദിത്യൻ അല്പദൂരം നടന്നിട്ടാണ് കാലിയുടെ കാറിന്റെ അടുത്തേക്ക് എത്തിയത്. കാറിൽ കയറിയ ഉടനെ അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കാലി, ഞാൻ അവളെ ഇവിടെ എത്തിച്ചടാ. ആ മറ്റവൻ ജാൻ ചുമ്മാ എന്റെ തന്തയുടെ പുറകെ പോയി സമയം വേസ്റ്റ് ചെയ്യുക. എല്ലാവരും എല്ലാം അറിഞ്ഞു എന്നും പറഞ്ഞ് അങ്ങേരെ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. പിന്നീട് അങ്ങേരുടെ ലൈവ് ലൊക്കേഷനും. അത് കേട്ട് കാലിയൊന്ന് ചിരിച്ചു. പോയി രക്ഷിക്കാൻ മേലായിരുന്നോടാ ആദി. ശരിക്കും ആ ജാനൊരു മണ്ടനല്ലേ. അവന്റെ പെണ്ണിനെ നിന്റെ കൂടെ അമ്പലം നിരങ്ങാൻ വിട്ടിട്ട് നിന്റെ തന്തയുടെ പുറകെ പോയിരിക്കുന്നു. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാതി, നിന്റെ തന്തയാ ഇനി എന്റെ ഇര. നമ്മൾ ഈ ചെയ്തു കൂട്ടിയതല്ല അയാളുടെ തലയിൽ വരണം. നാഥു മുതൽ ജാന്റെ മരണം വരെ എല്ലാം ചെയ്ത ശ്രീനിവാസനായിരിക്കണം. അറിയാലോ നിനക്ക്. കാര്യം പറഞ്ഞ ശേഷം പിന്നീട് നോക്കിയത് മുകുന്ദനെയാണ്. മുകുന്ദ, മര്യാദക്ക് നിന്നാ നിനക്ക് കൊള്ളാം. ഞങ്ങൾ പറഞ്ഞ പോലെ നിന്റെ തള്ളയെ വിളിച്ചെല്ലാം പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞു. കഥ മുഴുവൻ പറയുന്നത് ആ തള്ളയുടെ മണ്ടി കയറിയില്ല കാര്യം. മാധവി ആന്റി എന്ത് പറഞ്ഞാലും കട്ട കൂടെ നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൂന്നും പറയുന്നേട്ട് അവന്റെ തോൾ തട്ടിക്കൊണ്ട് ആദിത്യം പറഞ്ഞു. മതി, അത് മതി. നീലാംബരി ഉപേക്ഷിച്ച് ഇന്ന് തന്നെ എല്ലാവരും തിരികെ മടങ്ങണം. രാത്രിയാവുമ്പോ നിന്റെ അമ്മയോട് കഥ തുറന്നിടാ നീ പറയണം. നമ്മൾ മൂന്നും വിചാരിച്ചാ നീലാംബരി ഇന്ന് നമ്മുടെ കൈയിൽ കിടന്ന് പെടയും. അത് മാത്രല്ല ആദി, അവൻ വരണം അവളെ തേടി. അതിനുവേണ്ടി കൂടി അവളെ ഞാൻ പൊക്കുന്നത്. വെറും പെണ്ണിനെ ബോധിച്ചുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ കാര്യം അടങ്ങില്ല. ആ ജാൻ കാരണം ഞാൻ അനുഭവിച്ച നരകതുല്യമായ എൻ്റെ ജീവിതം, ഭ്രാന്താശുപത്രിയിൽ ഞാൻ അനുഭവിച്ചത്, എല്ലാത്തിനും കണക്ക് തീർക്കും ഞാൻ. പണ്ട് നാഥിനെ തേടി ശിവൻ, അതായത് നിന്റെ അച്ഛൻ വന്ന പോലെ ജാനെ തേടി ആ കിരൺ വരും. അവനൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ രണ്ടിനും ഒരു കുഴി തന്നെ അന്ത്യവിശ്രമം കൊള്ളാം. എന്തോ പുറപ്പാടുള്ള തയ്യാറെടുപ്പോടെ ജാൻ മാൻഷനിൽ നിന്നിറങ്ങി. അപ്പോഴാണ് ജാന്റെ ഫോൺ റിങ് ചെയ്ത്. ഷർട്ടിന് പുറത്തേരിച്ചിരുന്ന ലോങ് ജാക്കറ്റ് സൈഡിലേക്ക് വകഞ്ഞു മാറ്റി പാനിന്റെ പോക്കറ്റിൽ നിന്ന് അവൻ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. യെസ് ഗൗതം സർ, പറഞ്ഞ പോലെ 2 ജനറേഷനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ശശിധരനും ദത്തിനും അനിതന്റെ വീട്ടിലേക്ക് പോയി. മുകുന്ദനും കാർഗേനും ആദിത്യനും നീലാംബരി മേഡത്തിന്റെ തറവാടിനടുത്തായി കാറിലിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അവരുടെ മോട്ടീവ് എന്ന് വ്യക്തമല്ല. ഗൗതം, നീ ഉൾപ്പെടെ കുറച്ചുപേര് അവർ കാണാൻ നീലാംബരിയുടെ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവണം. അവരുടെ ഭാഗത്തുനിന്നും പ്രകോപനം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ് ഉണ്ടാവാൻ പാടുള്ളൂ. ആ വീടിന്റെ പടി അവന്മാർ കടക്കാൻ പാടില്ല. ഇഫ് ദർ നത്തിങ് എൽസ് റോങ്, ജസ്റ്റ് ഫോളോ ദം. ഓക്കെ സർ. സർ, പിന്നെ സാറ് പറഞ്ഞ കാർ മാൻഷന് പുറത്തെടുപ്പുണ്ട്, ഒപ്പം ഗാർഡ്സും ഉണ്ട്. ഓൾ ദി എക്യുപ്മെന്റ് യു റിക്വസ്റ്റഡ് ഈസ് ഇൻസൈഡ് ദി കാർ. ഓക്കെ, താങ്ക്സ് ഗൗതം. ഗൗതമിന്റെ കോൾ കെട്ടിയ ശേഷം ജാൻ ഗേറ്റിന് പുറത്തേക്ക് നടന്നു. ഉണ്ണിക്കുട്ടാ, പിൻവിളിയുമായി വന്ന് ശിവനാഥമേനും ശ്രീനിവാസനുമായിരുന്നു. ജാൻ തന്റെ കണ്ണുകളൊന്നും മുറുക്കി അടച്ചു തുറന്നു. പിന്തിരിഞ്ഞിടുപ്പിൽ കൈകുത്തി ഇരുവരെ അവൻ മാറി മാറി നോക്കി. ഞങ്ങളുണ്ടടാ, ശിവനാഥാണത് പറഞ്ഞു. ഞങ്ങൾ മീൻസ്? പരിക്കനായി തന്നെ അവൻ ചോദിച്ചു. ശിവനാഥും ശ്രീനിയും പരസ്പരം നോക്കി. മോനെ ഉണ്ണിക്കുട്ടാ, അങ്കിളിന് ആ കണ്ണിൽ ഇനി നീ കാണരുത്. നിങ്ങൾക്ക് ആർക്കും ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. നിന്റെ കൂടെ ഞാനുണ്ടടാ. അപേക്ഷിക്കുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു. എന്റെ ലിസ്റ്റിൽ നിങ്ങളുടെ മകനുണ്ടെങ്കിൽ തടയാൻ വന്ന നിങ്ങളുടെ പേരും ഞാൻ ആ ലിസ്റ്റിൽ എഴുതി ചേർക്കും. ജാനവ് പറഞ്ഞു. ശ്രീനിവാസൻ ഉറപ്പോടെ ജാന്റെ മുമ്പിൽ വന്ന് നിന്നു. ഉണ്ണിക്കുട്ടാ, ഞാനിപ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആദിത്യന്റെ അച്ഛനായിട്ടല്ല, നാദിന്റെ സുഹൃത്തായിട്ടാ. അവനെ ഇല്ലാതാക്കിയവര് നിന്റെ കൈ കിടന്ന് പെടയുന്നു എനിക്ക് കണ്ണു തുറന്ന് കാണണം. നിന്റെ മേലൊരു കേസും വരാതെ എല്ലാം ഞാൻ നോക്കിക്കോളാം. നിനക്ക് വേണ്ടി എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കും. എന്നെ വിശ്വസിക്ക്. പകരം നീ എനിക്ക് ഒന്നു മാത്രം ചെയ്തെന്നാ മതി. ആദിത്യനെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഉയിര് പോകാത്ത ആ ശരീരം മാത്രം മതി എനിക്ക്. ജീവിതകാലം മുഴുവൻ വെട്ടിക്കിടന്നോട്ടെ. എൻ്റെ ആദ്യത്തെ മോന ഞാൻ സ്നേഹിച്ചു പോയി. എത്ര കൊള്ളരുതായ്മ ചെയ്താലും സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ഞാനിങ്ങനെ അവനെ പൊതിഞ്ഞു പിടിക്കുന്നു. നീ തരില്ല എനിക്ക് അവൻ്റെ ഉയിര്. പല്ലടിച്ച് ജാനൻ ചിരിച്ചു. ശ്രീനിവാസനെങ്കിൽ
ഞാൻ ജീവിതത്തിൽ ആരും ഇതുവരെ കൊന്നിട്ടില്ല, കൊല്ലുകയില്ല. എൻ്റെ ലിസ്റ്റിലുള്ള ഓരോരുത്തരും ജീവനോടെ വേണമെന്നുള്ളതിൻ്റെ വാശിയാ. ഇനി എൻ്റെ മുമ്പിൽ കിടന്നൊന്ന് കൊന്നു തരാമോ എന്ന് അവർ കെഞ്ചിയാൽ പോലും ഞാൻ ആരെയും കൊല്ലില്ല. പകരം കൊല്ലാതെ കൊല്ലും, ജീവിതകാലം മുഴുവൻ. ഹാവ് യു എവർ സീൻ എ ഗെയിം ബിറ്റ്വീൻ എ മൗസ് ആൻഡ് ക്യാറ്റ്? കാണുമെങ്കിൽ കൂടെ വരാം. ശേഷം ശിവനാഥ് മേനോനെ നോക്കി, ഡാഡ് ലെറ്റ് മീ വാർൺ യു, നിങ്ങൾ താങ്ങില്ല. ഉണ്ണിക്കുട്ട, അതാ എനിക്കും വേണ്ടത്. പിന്നെ തടയാൻ നിന്നില്ല ഞാൻ. പോന്നു കിട്ടിയെന്ന് അവനും കരുതി. ഗേറ്റിന് പുറത്തായി ഒരു GMC ഹമ്മർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറകിൽ ഡിഫൻഡറിലായി കുറച്ച് ഗാർഡ്സും ഉണ്ടായിരുന്നു. 2 വാഹനങ്ങളും ചീറിപ്പാഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. മുകളിലെ ബാൽക്കണിയിലെല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്ത്രീ തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. നിന്നു നിൽപ്പിൽ മാറി മറിഞ്ഞ കാലാവസ്ഥ കാണെ എല്ലാവരും വേഗത്തിൽ പടിപ്പുര കടന്ന് മുറ്റത്തേക്ക് കയറി. എന്തോ ആവശ്യത്തിനായി ഉമ്മറത്തേക്ക് വന്ന തുളസി വിരുന്നുകാരെ കണ്ടതും തെല്ലൊരമ്പരപ്പിൽ എല്ലാവരെയും മാറി മാറി നോക്കി നിന്നു. മുന്നേ നടന്നു വരുന്ന നീലാംബരിയെ കണ്ടതും തുളസിക്ക് പെട്ടെന്ന് നെഞ്ചിൽ കൊള്ളിയാൻ മിന്നി. നാഥന്റെ കുടുംബക്കാരാണ് വരുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവളല്ലല്ലോ നമ്മുടെ തുളസി. ആദ്യമേ തന്നെ തുളസിയെ നോക്കി നീലാംബരി ഒരു വരണ്ട ചിരി സമ്മാനിച്ചു. അകത്തേക്ക് വാ ഗ്രാൻഡ്മ, അച്ഛമ്മ വരൂ. അവളെല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. നീലാംബരിയുടെ തറവാടിന്റെ പ്രൗഢിയിൽ മതിമറന്നു പോയിരുന്ന എല്ലാവരും മാധവി പുറത്തിയാടിയ തന്റെ കണ്ണുകളെ കുത്തിത്തിരികെ അകത്തേക്ക് വെക്കുന്നതിനിടയിൽ വന്ന കാര്യം പോലും മറന്ന മട്ടാണ്. തുളസിയെ കണ്ടതും എല്ലാവരും അവർക്ക് നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. തുളസിയും ഒരു ചിരിയോട് ഒതുങ്ങി നിന്നു. തുളസിയല്ലേ? ജയേന്ദ്രമേനോൻ ചോദിച്ചു. അതെ. ആ ഒരു സൗമ്യമായി തന്നെ മറുപടി നൽകി. നീലാംബരി മോള് പറഞ്ഞ എല്ലാവരെയും അറിയാം. ഞങ്ങളെയൊക്കെ മനസ്സിലായ തുളസിക്ക്? പറഞ്ഞാലറിയാം. അകത്തേക്ക് വരാം. ഭദ്രക്കുഞ്ഞ് അകത്ത് മുറിയില്ല. നീലക്കുഞ്ഞിന്റെ അമ്മായിയും മരുമക്കളൊക്കെ അകത്തുണ്ട്. അത് പറയുമ്പോൾ തുളസി നീലാംബരി ഒന്ന് പാളി നോക്കി, ഒരു സൂചന എന്ന പോലെ. ഉമ്മറത്തുനിന്ന് എല്ലാവരും അകത്തേക്ക് കയറി. അകത്ത് കയറിയത് അവിടെ തങ്ങി നിൽക്കുന്ന പ്രത്യേക വാസനയിലും നാലുകെട്ടിന്റെ കാഴ്ചകളിലും എല്ലാവരുടെയും മുഖം തിളങ്ങി. തുളസി നയിച്ച വഴിയെ നടന്ന എല്ലാവരും ഭദ്രയടക്കുന്ന മുറിക്കുമ്പിൽ എത്തി നിന്നു. കുളി കഴിഞ്ഞയുടൻ വലവിധേനയും തുളസിയുടെ സഹായത്തിൽ കട്ടിൽ കയറിയിരുന്നാണ് ഭദ്ര. നനഞ്ഞ മുടി കുളി പിന്നൽ കെട്ടി തുളസി കൊണ്ടുകൊടുത്ത ഭസ്മോരുന്നുള്ളിൽ നെറ്റിയിൽ ചാർത്തി കട്ടിൽ ചാരിയിരുന്നാണ് ഭദ്ര. എന്താണെന്നറിയില്ല, കുറച്ചു ദിവസമായി മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണെന്ന് തോന്നി ഭദ്രയ്ക്ക്. വർഷങ്ങൾക്ക് ഇപ്പുറം ഇതുപോലെ സമാധാനം തനിക്ക് അന്യമായിരുന്നു. പക്ഷെ ഇന്ന് അറിയില്ല, ഒരുപക്ഷെ തന്റെ മകൾക്ക് ലഭിച്ച സ്വപ്നതുല്യമായ ദാമ്പത്യ ജീവിതത്തിന്റെ ഭദ്രത ഓർത്തിട്ടാവണം ആ അമ്മ മറ്റെല്ലാം വിസ്മരിച്ചത്. ഒരു നനുത്ത പുഞ്ചിരി ഭദ്രയുടെ തേജസ് വർദ്ധിപ്പിച്ചിരുന്നു. പെട്ടെന്ന് അനുഭവപ്പെട്ട പെർഫ്യൂം സുഗന്ധത്തിൽ ഭദ്രയുടെ നെറ്റി ഒളിഞ്ഞു. ആരോ തറവാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആറ് വാതിലിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. അപ്പോഴേക്ക് എല്ലാവരും അവിടേക്ക് എത്തിയിരുന്നു. കട്ടിൽ തങ്ങൾ നോക്കിയിരിക്കുന്ന സ്ത്രീയെ കണ്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി. അത്രമേൽ സുന്ദരിയായ ഒരു സ്ത്രീ. ജയേന്ദ്രനും കനകവും നിർമ്മലയൊക്കെ മുഖത്തോട് മുഖം നോക്കിയ ശേഷം പിന്നീട് നോക്കിയ നീലാംബരിയാണ്. അവൾക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നിയില്ല. അവളുടെ അമ്മയാണ്. അവൾ എന്ത് പറയാനാണ്? മോളെ നീലാംബരി, ഇത് നിന്റെ അമ്മ തന്നെയാണോ? തികഞ്ഞ അമ്പരപ്പിൽ കനകൻ ചോദിച്ചു പോയി. അതെന്താ ഗ്രാൻഡ്മ അങ്ങനെ ചോദിച്ച്? അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. തീരെ ചെറുപ്പാണല്ലോ അല്ലേ ചേട്ടാ? ആ അതെ, ഞാനും അത് തന്നെയാ ഓർത്തത്. ഭദ്ര എല്ലാവരെയും കണ്ടപ്പോൾ പകപ്പോടെ നിവർന്നിരുന്നു. പ്ലാസ്റ്റിക് ചുറ്റിയ കാലുപതിയെ നിലത്തേക്ക് വെച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ നോക്കിയ നിമിഷം തന്നെ കനകവും നിർമ്മലയും അകത്തേക്ക് കടന്ന് കട്ടിലിൽ സ്ഥാനം പിടിച്ചിരുന്നു. വേണ്ട ഭദ്രേ, നിലത്തേക്ക് കാല് കുത്തണ്ട, വേദന ഉണ്ടാവൂലേ? കനകൻ ചോദിക്കുമ്പോഴും പിടയുന്ന മിഴികൾ കൊണ്ട് ഭദ്ര ദയനീയമായി നീലാംബരിയെ നോക്കി. ആളുമല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഗ്രാൻഡ്പേയും ഗ്രാൻഡ്മയും പരിചയപ്പെടുത്തുമ്പോൾ തന്നെ തന്റെ അമ്മയുടെ നാവ് ചലിക്കാതെയാവുമെന്ന് അവൾക്കറിയാം. പക്ഷേ താനൊന്നും മിണ്ടാൻ നിൽക്കുന്ന മര്യാദയില്ലല്ലോ. പിടയുന്ന മനസ്സിനെ ഒതുക്കി പിടിച്ച് നീലാംബരി ദീർഘശ്വാസം എടുത്തു. ഗ്രാൻഡ്പ, അമ്മ കുറച്ച് ഇൻട്രോവേർട്ട് പേഴ്സണാണ്, അതാ ഇത്ര സൈലന്റ്. പിന്നെ അറിയാലോ, ഈ പട്ടിക്കാട്ടിൽ പുറംലോകം കാണാത്തതിന്റെ എല്ലാ പ്രശ്നവും അമ്മയ്ക്കുണ്ട്. അതാ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മിസ്റ്റീരിയസ് ബ്യൂട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയുണ്ട്. നീയും ഏതാണ്ട് അതുപോലെ തന്നെയാ നീലാംബരി. പിന്നെ നിന്റെ നാവിന്റെ നീളം ചിലപ്പോൾ അച്ഛന്റെ കുടുംബക്കാരുടെ സ്വഭാവം കൊണ്ടാവുമല്ലേ? സത്യം, ജയേന്ദ്രൻ പറഞ്ഞതും കനക ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാളെ ശരിവെച്ചു. നീലാംബരിക്ക് ദേഹം വിറക്കുന്ന പോലെ തോന്നി. ഗ്ലാസുകളിൽ പകർന്ന ചായയുമായി തുളസി വന്നപ്പോഴേക്കും ഊൺമേശക്കരികിൽ നിന്നൊരു കസേര ജയചന്ദ്രനായി കൊണ്ടിട്ട് നീലാംബരി അദ്ദേഹം അതിലേക്കായിരുന്നു. ആഹാ, ഇത്ര പെട്ടെന്ന് ചായ റെഡിയായോ? ജയേന്ദ്രൻ ചോദിക്കുമ്പോൾ തുളസി പുഞ്ചിരിയോടെ പറഞ്ഞു. ചായ നേരത്തെ തന്നെ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ഇട്ടിരുന്നു, അത് ചൂടാക്കി എടുത്താ. പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അവർ ചായ കൈമാറി. ഭദ്രയെ കാണാൻ നിൽക്കാതെ മാധവി അവിടെ മായെന്ന് ചുറ്റി കണ്ട ശേഷം അവസാനം തന്നെ ഇണയെ കണ്ടെത്തി. കൽപ്പനയും മാധവിയും നോക്കുകൊണ്ട് സ്പാർക്ക് അടിച്ച് നിന്നു. പക്ഷെ എന്തോ അങ്ങോട്ട് അടുക്കാൻ രണ്ടാളും തയ്യാറായില്ല. ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങി വെച്ചാൽ പതിയെ താങ്ങിക്കൊടുക്കാമെന്ന് ഇരുവരും കരുതി.
മാധവി ഭദ്ര കിടക്കുന്ന മുറിയിലേക്ക് കയറിയതൊന്ന് തറഞ്ഞു പോയി. ഹോ എന്റെ ദൈവമേ, നാഥായാലും ജാനായാലും മൂക്കും കുത്തി വീണതിന്റെ പിന്നിൽ എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. കായകൽപ്പ ചികിത്സ വല്ലതും ചെയ്യുന്നുണ്ടാവോ? ഭദ്രയെ നോക്കി മാധവി ഓർത്തുകൊണ്ടിരുന്നു. തുളസി അവർക്ക് നേരെ ചായ വെച്ച് നീട്ടി. ഒന്ന് വിളിച്ചു കാട്ടി ആ ചായ വാങ്ങി കുടിച്ചു മാധവി. കൽപ്പന അവിടേക്ക് വന്ന് ജയേന്ദ്രനും കനക അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മനസ്സുകൊണ്ടല്ലെങ്കിലും കൽപ്പന ഇരുവരെ നോക്കിയൊന്ന് വിളിച്ചു കാണ്ടി. അപ്പോഴേക്കും കൽപ്പനയുടെ പുറകിൽ മായയും ലാവണിയും വന്ന് നിന്നിരുന്നു. നിർമ്മലക്ക് ഇവരെ മനസ്സിലായോ? ഇതാണ് ഭദ്രയുടെ ബ്രദറിന്റെ വൈഫ് കൽപ്പന. അവരുടെ മകന്റെ ഭാര്യയാണ് ആ നിൽക്കുന്ന ലാവണ്യ. മറ്റേതാ കുട്ടിയുടെ ടിൻ സിസ്റ്ററായ മായ. എല്ലാവരും മുമ്പൊരിക്കലും മാൻഷനിൽ വന്നിട്ടുണ്ട്. നിർമ്മലക്കായി ജയേന്ദ്രനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം വീണ്ടും ഭദ്രയിലേക്ക് തിരിഞ്ഞു. ഭദ്രേ, അച്ഛൻ വിളിച്ചോ? അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കീമോ സ്റ്റാർട്ട് ചെയ്തു എന്ന് ശിവ പറയുന്നു കേട്ടിരുന്നു. അച്ഛൻ വിളിക്കാറുണ്ട്. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ചികിത്സാ രീതികളൊന്നും അമ്മയുടെ ശരീരം താങ്ങണില്ലാത്രേ. ഒത്തിരി പ്രായമായതല്ലേ, പാവം. ഭദ്ര പറയുമ്പോൾ കനകൻ കൂടെ തന്നെ പറഞ്ഞു. എന്നാൽ ഭദ്രയുടെ മുഖത്തൊന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല നിർമ്മലയ്ക്ക്. ഇവളാവോ നാഥ് പണ്ട് പറഞ്ഞ തയ്യൽക്കാരി? ഇവൾക്ക് വേണ്ടിയാവോ നാഥ് വീണ്ടും പോയിട്ടുണ്ടാവുക? ഡോക്ടർ നമ്പൂതിരി പറഞ്ഞ പോലെ ഇവിടെ ആവോ എന്നെ നാഥ് അന്ത്യവിശ്രമം കൊള്ളുന്നു? പലവിധ ചിന്തകൾ കാരണം നിർമ്മല മൗനം പൂണ്ടിരുന്നു. ശരിക്കും നമ്മളിപ്പോ വരേണ്ടിയിരുന്നില്ല അല്ലേ കനകം? അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ചെയ്യട്ടാ? ശിവയും ശ്രീയും കിരണും കാവ്യയും ഉണ്ണിക്കുട്ടനും ശ്രീനിയും ഒക്കെ വേണമായിരുന്നു. ഇതിപ്പോ ആകെ മൊത്തം ഒരു ശോകായി പോയി അല്ലേ നില മോളെ? അങ്ങനെയൊന്നുമില്ല ഗ്രാൻഡ് പാ. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ടാ ഗ്രാൻഡ് പാക്ക് അങ്ങനെ തോന്നുന്നു. ഞാനും നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശരിയാ. മോള് 2 ദിവസം അവിടെ നിൽക്കുന്നോ? ഉണ്ണിക്കുട്ടനോട് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. ചോദിച്ചു നോക്കാം ഗ്രാൻഡ് പാ. എന്റെ ഫോൺ കാറിലാ. ആ സാല ഞാൻ അമ്മയുടെ ഫോണിൽ നിന്ന് പിന്നീട് വിളിച്ചു ചോദിക്കാം. എല്ലാം കേട്ട് മാധവി മനസ്സിൽ ചിരിച്ചു. എന്റെ കിഴവാ, ഇതൊക്കെയാണോ ഒരു ശോകം? ശോകമൊക്കെ ഇനിയാ. പിന്നെ നീലാംബരി, നീ അവനെ വിളിച്ച് പറയാനും നിൽക്കണ്ട. നിന്നെ ഇവിടെ കളഞ്ഞിട്ട് എല്ലാവരും കൂടി ഇപ്പൊ ഒരു പോക്കങ്ങ് പോകും. മാധവി ഓർത്തുകൊണ്ട് മനസ്സിലായി അട്ടഹസിച്ചു. അപ്പൊ ഭദ്രേ, നിനക്ക് ഞങ്ങളൊക്കെ ആരാന്ന് മനസ്സിലായോ? ജയേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഭദ്രയുടെ ഉള്ളമൊന്ന് കാളി. ആരായിരുന്നാലും ഈ പരിചയപ്പെടൽ തന്നെ പൊള്ളിക്കുമെന്ന് ഭദ്രക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ ഉണ്ണിക്കുട്ടന്റെ ഗ്രാൻഡ് പാരൻസാ. ഉണ്ണിക്കുട്ടന്റെ അമ്മ ശ്രീപാർവതിയുടെ അച്ഛനും അമ്മയാ ഞാനും ഈ ഇരിക്കുന്ന കനകവും. പിന്നെ നിർമ്മല ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ ശിവനാഥിന്റെ അമ്മയാ. ശിവയുടെ അച്ഛൻ രാമപുത്രൻ പണ്ടൊരു ആക്സിഡന്റിൽ പെട്ട് ഇപ്പൊ യാത്രയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. പിന്നെ ഞങ്ങൾക്ക് ശ്രീയെ കൂടാതെ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാണെന്നറിയില്ല, ഉണ്ടോന്ന് കൂടി അറിയില്ല. ഭദ്രക്ക് പറഞ്ഞാൽ അറിയും. നമ്മുടെ കിരൺ മോഹന്റെ അച്ഛൻ നാഥ് മേനോൻ. ആ പേര് കേട്ടതും ഭദ്രയൊന്ന് വിറച്ചു. അതേ വിറയിലോടെ തന്നെ ഭദ്ര നീലാംബരിയെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.